വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഏട്ട ഫിഷ് കറിയാണ്, അല്ലെങ്കിൽ തേട് എന്നൊക്കെ ഈ മീനും പറയാറുണ്ട്. നല്ലൊരു കറിയാണ്. കപ്പയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 10 മുതൽ 12 വരെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, അതുപോലെ തന്നെ 2 ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർക്കാം. ഉലുവയും കായവും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നിറം മാറുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ സവാള അരിഞ്ഞത്, പച്ചമുളക് 2ആയിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതിലേക്കൊന്ന് ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കഴുകി നല്ലതുപോലെ ഉപ്പിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള ഏട്ടയാണ്. അതൊരു 1/2 കിലോയ്ക്ക് അടുത്തുണ്ട്. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സൈഡിലേക്കൊന്ന് ഒതുക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉള്ള ഓയിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു ഓയിൽ മതി നമുക്ക് ബാക്കിയുള്ള മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. മുളക് പൊടി ഒരു 1-1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അറിയാമല്ലോ, ചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം അടുക്കി പിടിക്കുന്നത് കൊണ്ട്. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഉള്ളിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിനു മുമ്പ് നമ്മൾ 2 ഫിഷ് കറി ചെയ്തിട്ടുണ്ട്. ഒന്ന് വറ്റയും അതുപോലെ തന്നെ മത്തിയുടെയും 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും 2 തരത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു തരത്തിലാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയും പുളിയും ഒക്കെ ആയിട്ട്. ഇതിലേക്ക് അപ്പം ഇനി മീൻ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ വഴറ്റി നമ്മൾ രാവിലെയാണ് കറി വെക്കുന്നതെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.